മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിഫ ഹാലക്കും? എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞു മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ മാം ഡിസ്കഷൻ നടത്തി തരാം. എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? നമുക്കേ ഒരു ഓൺലൈൻ ഫോറം ഒക്കെ ഫില്ല് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഫോം ഫില്ല് ചെയ്യുക, അതാണ് നമുക്ക് ഇതിൽ എന്താ പറയുക പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതൊക്കെ വായിച്ച് പഠിക്കണം. എന്താണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എന്താ കുഞ്ഞുങ്ങൾ ഇസ്മുൽ കാമിൽ? ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം ആണ് കേട്ടോ. ഫുൾ നെയിം, അതായത് ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് അല്ലെ? ഇസ്മ എന്ന് പറഞ്ഞാൽ പേരാണ്. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാലോ ഫുൾ നെയിം ആണ്. ഓക്കെ, ഫുൾ നെയിമിനെയാണ് നമ്മൾ ഇസ്മുൽ കാമിൽ എന്ന് പറയുന്നത്. ഇസ്മുൽ മദ്രസ, സ്കൂളിന്റെ പേര്. എന്താ സ്കൂളിന്റെ പേര് അല്ലെ? അതിവിടെ കൊടുക്കുക. നിങ്ങളെ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ തന്നെ കൊടുക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേരായാലും മതി കേട്ടോ. അപ്പൊ നെയിം ഓഫ് സ്കൂൾ. ഓക്കെ, നെയിം ഓഫ് സ്കൂൾ ആണ് ഇസ്മുൽ മദ്രസ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു മത്സരത്തിനൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതേപോലുള്ള ഒരു ഫോം ഫില്ല് ചെയ്യണം അല്ലെ? അപ്പോൾ ആ ഫോമാണ്, രജിസ്ട്രേഷൻ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ജിൻസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ആണ്. അതായത് നിങ്ങൾ ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ജെൻഡർ, അതിനെയാണ് നമ്മൾ ജിൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ നമ്മൾ എന്തെഴുതും? ജെൻഡർ എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ബോയ് ആണെങ്കിൽ ബോയ് എന്ന് എഴുതുക, ഗേൾ ആണെങ്കിൽ ഗേൾ എന്ന് എഴുതാം. അടുത്തത് അസൊഫ്. സൊഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് അല്ലെ? നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അസൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് കേട്ടോ. അസൊഫ് ക്ലാസ്. താരിഖുൽ വിലാദ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ? നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. താരിഖുൽ വിലാദത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്. അടുത്തത് അൽ ഉംർ. ഉംർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ് ആണ് കേട്ടോ. ഉംർ ഏജ് ആണ്, മറന്നു പോകരുത്. അൽ ഉംർ ഏജ്. അപ്പൊ നമ്മളിവിടെ ഏജ് എഴുതി കൊടുക്കണം. പിന്നെ ഒൻവാൻ, അഡ്രസ് അല്ലെ? നമ്മളെ ഒൻവാൻ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള എവിടെ നിന്ന് വരുന്നു, നമ്മുടെ അഡ്രസ്, നമ്മളെ ഹൗസ് എവിടെയാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നൊക്കെ പറയുന്ന ഇതില്ലേ അഡ്രസ്, അതിനെയാണ് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? റഖമു തവാസുൽ, കോണ്ടാക്ട് നമ്പർ അല്ലെ? കോണ്ടാക്ട് നമ്പർ, അതായത് നമ്മളെ ഫോൺ നമ്പർ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. കോണ്ടാക്ട് നമ്പർ. അപ്പൊ എന്തൊക്കെയാന്ന് ഒന്നും കൂടെ നോക്കിയാലോ? ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൽ കാമിൽ ഫുൾ നെയിം. അതേപോലെ ഇസ്മുൽ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ നെയിം. അൽ ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെൻഡർ ആണ്. സൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്. പിന്നെ താരിഖുൽ വിലാദത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിന്നെ അടുത്തത് ഏതാ വരുന്നത്? അൽ ഉംർ ഏജ് ആണ്. അൽ ഉൻവാൻ അഡ്രസ് ആണ്. റഖമു തവാസിൽ കോണ്ടാക്ട് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഡീറ്റെയിൽസ് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നത് നോക്കാം. എന്താണ്? തജിരി മുസാബഖത്തുൽ ഇൻഷാദുൽ മൻലൂം. തജിരി നടക്കുന്നു. എന്താ നടക്കുന്നത്? മുസാബഖത്തുൽ ഇൻഷാദ്, ഒരു സോങ് കോമ്പറ്റീഷൻ, ഒരു പാട്ട് മത്സരം നടക്കുകയാണ്. എന്ത്? മൻലൂമിന്റെ. ബിമുനാസബത്തി യോമുൽ ബിഅത്തി തഹ്ത ഇഷ്റാഫിൽ മജ്ലിസിൽ ഖർവി. അതായത് എന്നാണ് നടക്കുന്നത്? പരിസ്ഥിതി ദിനത്തിന്റെ അന്ന്, എൻവയോൺമെന്റൽ ഡേന്റെ അന്നാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. എന്തിന്റെ കീഴിലാണ്? മജ്ലിസുൽ ഖർവി, ഗ്രാമസഭയുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ അതിനൊരു ഫോം ഉണ്ട്. ആ ഫോം ആദ്യം നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫോം വന്നിട്ടുള്ളത്? ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം അല്ലേ? അപ്പൊ നമ്മളിവിടെ ഫുൾ നെയിം ഇവിടെ എഴുതി കൊടുക്കുന്നു. ഫുൾ നെയിം എന്ന് എഴുതരുത് കേട്ടോ. നമ്മളെ ഫുൾ നെയിം ആയ, ഇപ്പൊ എന്റെ പേരാണെങ്കിൽ അസ്ലഹ എന്ന് ഞാൻ എഴുതി കൊടുക്കും. നിങ്ങളാണെങ്കിൽ നിങ്ങളെ പേര് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇസ്മുൽ മദ്രസ, നെയിം ഓഫ് സ്കൂള്, നിങ്ങൾ പഠിക്കുന്ന എന്താണ് സ്കൂളിന്റെ പേര്.
അടുത്തത് ജിൻസ്. ജിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജെൻഡർ ആണ് അല്ലെ. നിങ്ങൾ ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള ജെൻഡർ ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. പിന്നെ സൊഫ് ക്ലാസ്. സൊഫ് ഏതാണ്? സൊഫു സ്വാദിസ് അല്ലെ, 6ാം ക്ലാസ് ആണ്. താരിഖുൽ വിലാദത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, അതൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, താരിഖുൽ വിലാദത്ത്. അല്ല ഉൻവാൻ അഡ്രസ് അല്ലെ, അഡ്രസ് ആണ് ഉൻവാൻ എന്ന് പറഞ്ഞാല്. അടുത്തത് റഖമുത്തവാസിൽ. എന്താ റഖമുത്തവാസിൽ എന്ന് പറഞ്ഞാല്? കോണ്ടാക്ട് നമ്പർ അല്ലെ, കോണ്ടാക്ട് നമ്പറിനെയാണ് നമ്മൾ എന്ത് റഖമുത്തവാസിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ ഇത്രയും മീനിങ്ങുകളൊക്കെ മാം പറഞ്ഞു തന്നത് ഇത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഏത് രീതിയിലാണ് എക്സാമിന് വരുന്നത്, ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കണ്ടല്ലോ. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ മക്കളെ? യെസ്. അപ്പൊ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ശരി കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.